എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നമ്മുടെയൊക്കെ ഇവിടെ വെള്ളം പൊങ്ങിക്കുവാണ്. നമ്മുടെ വയനാട്ടിലെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തും ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങിയേക്കുവാണ്. ഇതുകൊണ്ട് എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. കാരണം എല്ലായിടത്തും വെള്ളം പൊങ്ങിയേക്കാണ്. പല വഴിക്കൂടെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചെങ്കിലും എല്ലാ വഴിയിലും ഏകദേശം വെള്ളം പൊങ്ങിക്കുവാണ്. അതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഏകദേശം ഇത് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് നമ്മുടെ ആക്സലിനൊക്കെ വെള്ളം കാണാൻ വേണ്ടി, അവൻ ആദ്യമായിട്ടാണ് വെള്ളം പൊങ്ങുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അവന് ഭയങ്കര വെള്ളം കാണാനൊക്കെ ആഗ്രഹം. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജോണും ഉണ്ട്. അപ്പോൾ നമ്മുടെ തോട്ടിയിൽ നിന്ന് കയറിയേക്കുന്ന വെള്ളമാണ് കേട്ടോ ഇത് മുഴുവൻ. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ റോട്ടിലേക്ക് എത്താറായി. ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പം മെയിനായിട്ട് എല്ലാ വട്ടവും ഞങ്ങളുടെ ഇവിടെ വെള്ളം കയറുമായിരുന്നു കേട്ടോ. വീടുകളിലും റോട്ടിലും എല്ലാം വെള്ളം കയറുമായിരുന്നു. ഇപ്പം എന്തോ ഭാഗ്യത്തിന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉറവ വെള്ളം പോകുന്ന ഒരു മഴക്കാലത്ത് മാത്രം ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു ഇതില്ലേ, അതായത് ഉറവ പൊട്ടി ഇങ്ങനെ വെള്ളം ഒഴുകുന്നു, അതുപോലത്തെ ഒരു സംഭവം നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം ചെറുതായിരുന്നു, പക്ഷേ വെള്ളം ഭയങ്കരമായിട്ട് വരികയും ചെയ്യും, പക്ഷേ അത് ചെറുതുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഉള്ളത് കൊണ്ട് ഭയങ്കര മഴ പെയ്യുമ്പോഴത്തേന് ഈ വെള്ളം മുഴുവനും കൂടെ അതിനകത്ത് കൊള്ളാതെ വരുമ്പോൾ അത് റോട്ടിലേക്ക് കയറും. അങ്ങനെ ഭയങ്കര എപ്പോഴും വെള്ളപ്പൊക്കം ആകുമായിരുന്നു. പിന്നെ തോട്ടിൽ നിന്നും വെള്ളം കയറുമായിരുന്നു. ഇപ്രാവശ്യം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ വലുതാക്കി. ഈ അരളി എന്നാണ് ഞങ്ങൾ പറയുന്നത്, അത് ഞങ്ങൾ വലുതാക്കി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നമില്ല. ഇപ്രാവശ്യം വീടുകളിലേക്കൊന്നും അധികം വെള്ളം കയറിയില്ല. അപ്പോൾ തോട്ടിൽ നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുവാണ് വെള്ളം കേട്ടോ. അപ്പം ജോണും കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഭയങ്കരമായിട്ട് വെള്ളം കയറിയേക്കുവാണ്. റോട്ടിലേക്ക് എന്തായാലും കയറിയിട്ടില്ല ഭാഗ്യത്തിന്. അപ്പം ആക്സൽ ഇതൊക്കെ കണ്ട് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുവാണ്. ആദ്യമായിട്ടാണ് ഇവരിങ്ങനെ വെള്ളം പൊങ്ങുന്നതൊക്കെ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം കയറി ജോണിൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറിയായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വെള്ളം കയറി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീടുകളിലൊക്കെ കയറുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഭവം ചെയ്തതുകൊണ്ട് കലുങ്കൊക്കെ പൊക്കി കുറച്ച് ഹൈറ്റൊക്കെ കൂട്ടി. അപ്പോൾ ഒരുത്തനും ഇപ്രാവശ്യം എന്തായാലും വെള്ളം കയറിയില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ, വെള്ളം പൊങ്ങിയതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ റോഡിൽ വെള്ളം കയറാത്തതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം ഈ ഒരു വഴിക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലൂടെ ഭയങ്കരമായിട്ട് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ റോഡും ഏകദേശം ബ്ലോക്കാണ്, വെള്ളം കയറിയേക്കുവാണ്. അതുകൊണ്ട് ഇത് കുറച്ച് വളഞ്ഞു ചുറ്റിയാണെങ്കിലും എല്ലാ വണ്ടിയും ഈ ഒരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു അരളി. അതായത് ഇത് ക്രോസായിട്ട്, റോഡിൻ്റെ ക്രോസായിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ ഇത് ഭയങ്കര ചെറുതായിരുന്നതുകൊണ്ട് ഇതിനകത്തൂടെ ഇങ്ങനെ വെള്ളം തള്ളി പിന്നെ അത് റോഡിലേക്ക് കയറും, പിന്നെ അത് എല്ലാ വീട്ടിലോട്ടും കയറും. പിന്നെ തോട്ടിൽ നിന്നും വെള്ളം കയറുമായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം അത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കുറേ പ്രിക്കോഷൻസൊക്കെ എടുത്തത് കൊണ്ട്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം വീടുകളിലേക്കൊന്നും വെള്ളം കയറിയില്ല. അപ്പോൾ ജോണ് ഇങ്ങനെ ഓരോരോ വർത്തമാനം പറയും കേട്ടോ. പക്ഷെ അത് മഴ പെയ്യുന്നത് കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. ജോണ് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, മഴ പെയ്യുന്നത് കൊണ്ട് ഒന്നും കേട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോന്നു, കാരണം ഭയങ്കര മഴയും കാറ്റൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട്. കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം നിന്നില്ല, പെട്ടെന്ന് തിരിച്ചു പോന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.